Hello everyone, this is Nasser Faruddin, Faculty of English, Xylem Learning. നോക്കൂ, നമുക്ക് ലൈഫിൽ എപ്പോഴും സെക്കൻഡ് ചാൻസുകൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നിങ്ങൾ +1 എഴുതിയ പരീക്ഷയുടെ കാര്യത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് കിട്ടുന്നു. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ. കഴിഞ്ഞ വർഷം പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എഴുതിയ പരീക്ഷയിൽ ചില സബ്ജക്റ്റുകളിൽ നമ്മൾ വിചാരിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അത് മേക്കപ്പ് ചെയ്യാൻ, അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുന്നു. അത് നിങ്ങളുടെ ലാസ്റ്റ് ബസ് കൂടെയാണ്. ഇനിയൊരു അവസരമില്ല. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിനെ കുറിച്ചാണ്. 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് +1 ഇംപ്രൂവ് ചെയ്യാം. അതിൽ ഒരു സബ്ജക്റ്റ് മിക്കവാറും പേരുടെയും ഇംഗ്ലീഷ് ആവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി കൃത്യമായി സിസ്റ്റമാറ്റിക്കായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് ധാരണ നമുക്കുണ്ടായിരിക്കണം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നതും ഇതേ ചോദ്യത്തെയാണ്. നമുക്കറിയാം, നിങ്ങൾ ചിലപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അക്കൗണ്ടൻസി ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. അതിനൊപ്പം തന്നെ നിങ്ങൾ ഇംഗ്ലീഷും ഇമ്പ്രൂവ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. എന്നാൽ കൃത്യമായി നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇംപ്രൂവ്മെൻ്റ് എക്സാം വെറുതെ എഴുതുന്ന ഒരു കലാപരിപാടിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇംഗ്ലീഷിന് വേണ്ടി ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി കൃത്യമായി പഠിക്കുന്നത്? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഇംപ്രൂവ്മെൻ്റ് എക്സാം സീരീസുകൾ, ക്ലാസ്സുകൾ നമ്മുടെ Xylem +1 +2 ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. നോക്കൂ, ഇംഗ്ലീഷ് 80 മാർക്കിൻ്റെ പേപ്പറാണ്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെങ്കിലും 6 യൂണിറ്റുകളിലായി 19 ചാപ്റ്ററുകളായി പടർന്നു കിടക്കുന്ന ഒരു സിലബസ് നമുക്കുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദ ചാപ്റ്റേഴ്സ് ഗ്രാമർ പോർഷൻസും പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായി ഇതിനെ ടാക്കിൾ ചെയ്യുക? കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് യു ഹാവ് എ വെരി ഫ്യൂ എമൗണ്ട് ഓഫ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് us. നമുക്ക് ഒരുമിച്ച സമയം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, ഏതൊക്കെ ഗ്രാമർ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് എന്ന ഒരു ധാരണ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കുന്നു. ഏതൊരു യുദ്ധത്തിന് ഇറങ്ങുമ്പോഴും തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇമ്മൻസ്ലി ഇൻ യുവർ പ്രിപ്പറേഷൻ ഫോർ ദി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ. ട്രസ്റ്റ് മീ, ഐ നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ആനുവൽ എക്സാമിൻ്റെയും ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഇൻഫോഗ്രാഫിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ സാർ, ഇന്ന ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, ഈ പാറ്റേണിലാണ് ഇത്രയും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആവുന്നു. ആ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോയാൽ, കൃത്യമായി പ്രാക്ടീസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ A+ എന്നുള്ള നിങ്ങൾ വിചാരിക്കുന്ന സ്വപ്നം, ഇംഗ്ലീഷിൽ 80 ഔട്ട് ഓഫ് 80 എന്ന് വിചാരിക്കുന്ന സ്വപ്നം നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കൃത്യമായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. നോക്കൂ, 2022 ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ആൻഡ് ദർ ആർ 31 ക്വസ്റ്റ്യൻസ്. 31 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇത് പാറ്റേൺ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ 8 ചോദ്യങ്ങൾ 1 മാർക്കിനാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു സംതിങ്. 10ാം ക്ലാസ് വരെ ഒരു പാസേജ് നിങ്ങൾക്ക് തരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു ചാപ്റ്റർ, അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ, പ്രൊജക്റ്റ് ടൈഗർ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ്, ഒരു പാസേജ് തരുന്നു. ആ പാസേജുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങളാണ് ചോദിക്കാറ്. എന്നാൽ ഇവിടെ പല ചാപ്റ്ററുകളിൽ നിന്നായിട്ടാണ് ഈ 1 വേർഡ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് ഓരോ ചാപ്റ്ററും ഒരു തവണയെങ്കിലും വായിച്ചു പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ A+നെ ബാധിക്കുന്ന കാര്യമാണ്. നോക്കൂ, ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എന്ത് കിട്ടുന്നു? 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾ. എന്ന് വെച്ചാൽ അവിടുന്ന് ഒരു പാസേജ് തരുന്നു, 3 ചോദ്യങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക്. ദെൻ ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ പോത്തിൽ നിന്ന് 1 മാർക്കിന് ചോദിക്കുന്നു. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ നിന്ന്, 2ാമത്തെ യൂണിറ്റിലെ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിന് ചോദിക്കുന്നു. ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞ പോത്തിൽ നിന്ന് 1 മാർക്കിന് ചോദിക്കുന്നു. ദെൻ ഗോയിങ് ഔട്ട് ഫോർ വാക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദ്യം വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ 19 ചാപ്റ്റേഴ്സും മിനിമം ഒരു തവണയെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത്, കെമിസ്ട്രി അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡായിട്ട് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ലെഷർ ടൈമിൽ നിങ്ങൾക്കത് വായിച്ചു പോവാം.
ഓക്കെ, ഇനി ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കിട്ടും, നമ്മുടെ ചാനലിൽ തന്നെ വരും. ഇനിയോ 9 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഗ്രാമറാണ്. അപ്പോൾ പല ആൾക്കാരും ഇതിനെപ്പറ്റി ചിന്തിക്കാത്തതുകൊണ്ടാണ് ഗ്രാമർ എന്തോ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ചുമ്മാ നോക്കിയടാ, 9ാമത്തെ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എത്ര മാർക്കിനാണ് ചോദിച്ചത്? 2 മാർക്കിനാണ്. ദെൻ ഇഫ് ക്ലോസ് 2 മാർക്കിന് ചോദിച്ചു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 2 മാർക്കിന് ചോദിക്കുന്നു, മെസ്സേജ് ഓഫ് ദ ലൈൻസ് 2 മാർക്കിന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ 1, 2, 3 ഗ്രാമർ ക്വസ്റ്റ്യനും ഒരു ഗ്രാമർ അല്ലാത്ത ക്വസ്റ്റ്യനും ചോദിക്കുന്നു. ഈ 4 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്രണ്ണം അറ്റൻഡ് ചെയ്താൽ മതി? 3 അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഗ്രാമറിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച വർഷവും ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതൊരു 12 മാർക്കിന് മുകളിലൊന്നും പോകാറില്ല. ഓക്കെ, യെസ്. അപ്പം മെസ്സേജ് ഓൺ ദ ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ പോകത്തിൽ കുറച്ച് വരികൾ തരുന്നു, എന്നിട്ട് അതിൻ്റെ മെസ്സേജ് എഴുതാൻ പറയുന്നു. അപ്രിസിയേഷൻ എഴുതാൻ മാത്രമൊന്നുമല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നു. ദെൻ 13ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 13 മുതൽ 20 വരെയുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി? നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഏതൊക്കെയാണ് ചോദ്യം? പ്രൊഫൈലാണ്, റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ പ്രൊഫൈൽ. സോ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, പ്രൊഫൈൽ എന്ന് പറഞ്ഞ ചോദ്യം നിങ്ങൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾക്കത് എളുപ്പത്തിൽ മാർക്ക് കിട്ടാവുന്ന ഒരു ഐറ്റമാണ്. ഇനിയോ എഡിറ്റിംഗ്, കോൺസെപ്ച്വൽ ഫ്രോഡ്, വീണ്ടും ആര് വന്നു നോക്കൂ? ഗ്രാമർ വന്നു. എന്ന് പറഞ്ഞാൽ 2 മാർക്കിന് മാത്രമല്ല ഗ്രാമർ ചോദിച്ചത്, 4 മാർക്കിന് എഡിറ്റിങ്ങിലും ഗ്രാമർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? ട്രാവൽ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇമെയിൽ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഇമെയിൽ ചോദിച്ചിട്ടുണ്ട്. ഡിബേറ്റ് പോയിന്റ്, സൈബർ സ്പേസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കറിയാം അവസാനത്തെ യൂണിറ്റുകളിലൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സൈബർ സ്പേസ് പോലെയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനിയോ പാരഗ്രാഫ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഡെത്ത് ദ ലെവൽ. ഡെത്ത് ദ ലെവൽ എന്ന് പറഞ്ഞ പോകത്തിൽ എന്താണ് ആ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് ചോദിച്ചത്. ചോദ്യം വലിയ ചോദ്യമാണ്, വലിയ മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി 19ാമത്തെ ചോദ്യം റൈറ്റപ്പ് ആണ്, ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന്. 20ാമത്തെ ചോദ്യം ഇലാബറേറ്റ് ദ ലൈൻസ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ, ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ ആ പോകത്തിലെ കുറച്ച് ലൈൻസ് നിങ്ങൾക്ക് തരുന്നു, അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നു, പാരാഫ്രൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. സോ പോകത്തിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും വരുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ചുമ്മാ പോകത്തിൻ്റെ സമ്മറി മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കൃത്യമായി എക്സാം എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഇത് അവസാനത്തെ ബസ്സാണ്, ഇനിയൊരു ബസ് ഈ കാര്യത്തിലില്ല. ഓക്കെ, ദെൻ 21 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങൾ 6 മാർക്കിനാണ്. നിങ്ങളതിൽ 5 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാം. എന്തൊക്കെയാണ്? റിവ്യൂ ഓഫ് ദ പോം ഇഫ് എന്ന് പറഞ്ഞാൽ റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ പോം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത 6 മാർക്കിൻ്റെ ചോദ്യം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ, APJ അബ്ദുൽ കലാമിൻ്റെ ചാപ്റ്ററിലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ദെൻ നറേറ്റ് ഓൺ എക്സ്പീരിയൻസ്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം അനുഭവം വിവരിക്കാൻ വേണ്ടി വളരെ ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആ ചാപ്റ്റർ ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവണം. ദെൻ ലെറ്റർ ടു ദ എഡിറ്റർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വളരെ ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യമാണത്. ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ദ സെരംഗ് ഓഫ് റാണ ഗജി. പാരഗ്രാഫ്, ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പാരഗ്രാഫ്, എനിക്ക് തോന്നുന്നു അത് ക്യാപ്റ്റൻ്റെ ബ്രേവറിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ്. ദെൻ കോൺവെർസേഷൻ വിത്ത് AJ ക്രോണിൻ, ദ സെരംഗ് ഓഫ് റാണ ഗഞ്ചി. സോ ഇത്രയുമാണ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അടുത്തത് 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ട്രാവൽ എസ്സേ ചോദിച്ചിട്ടുണ്ട്, സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ്? ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന്. പിന്നെയോ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, 2 പോംസ് കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് +2 നമ്മൾ തുടങ്ങുള്ളൂ അല്ലേ. +2 നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്? എനി വുമൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പോംസ് കമ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. എന്നാൽ +1 ഒരു അൺനോൺ പോം നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കവിത തരും, അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടി പറയും. ഓക്കെ ആണല്ലോ. സോ ഈ സ്ട്രക്ചറിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആൻഡ് ദാറ്റ് ബെഗ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സർ, ഇതേ സ്ട്രക്ചറിൽ തന്നെയാണോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും ചോദ്യങ്ങൾ ചോദിക്കുക? അതെ എന്നാണ് ഉത്തരം. 2021 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഈ പാറ്റേണിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ ആണ്
ഫോളോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ സ്ക്രീൻ നിങ്ങൾക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ക്രീനാണ്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ സ്ക്രീൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു, ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ വീണ്ടും 2021 ആനുവൽ എക്സാമിനും ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുണ്ട്, +1 നിങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഗംഭീരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ എക്സാം എഴുതി നോക്കാം. കാരണം ഈ സ്ട്രക്ചറിലൊക്കെയാണ് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്നത്. അത് കൃത്യമായി പഠിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ആയിട്ട് അറിയിക്കാം. 2, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇംഗ്ലീഷ് എക്സാം ഇംപ്രൂവ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. സോ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി, നിങ്ങളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട്, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരും. സോ ടിൽ ദെൻ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം Xylem Learning. Thank you everybody.